ഹലോ ഗേയ്സ്, നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ തന്നെ ഇതൊരു ചാട്ടപ്പിടുത്തം തന്നെയാണ്. ഇപ്പോൾ പിടിച്ച് നമ്മൾ മോട്ടറും പുരയുടെ അടുത്ത് എത്തിൻ്റെ പിടുത്തം. ഇന്ന് പിന്നെ 5 പേരേ ഉള്ളൂ കേട്ടോ. മനോജേട്ടനും ടീം തന്നെയാണ് പിടിക്കുന്നത്. പിന്നെ തോട് കുറച്ച് സൈസ് കുറവാണ് ഇവിടെ. പിന്നെ കുറച്ച് ലോങ്ങിൽ നിന്നാണ് ആട്ടി കൊണ്ടുപോകുന്നത്. ആ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഇത് എത്താനാകുമ്പോൾ എടുത്തുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ചണ്ടി കുറവാണ്, വെള്ളം കുറവാണ് ഇവിടെ. മനോജേട്ടുണ്ട്, ഷിഹാബുണ്ട്, ബാബുവേട്ടുണ്ട്, നരഞ്ഞിപ്പുഴയുള്ള, പിന്നെ ഷൺമുഖേട്ടൻ, സബീറും ഉണ്ട്. ഇവർ 5 പേരാണ് പിടിക്കുന്നത്. അവരടിച്ചടിച്ചിട്ട് വലയുടെ അടുത്തെത്താനായിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ചാട്ടത്തിൻ്റെ അവിടേക്ക് നോക്കിയാൽ കാണാം, മീൻ ചാടുന്ന കാണാം. കണ്ടോ, മീൻ അവിടെ കിടന്ന് ചാടുന്നുണ്ട്. ഇവിടെ ചണ്ടി കുറവായതുകൊണ്ട് മീൻ കുറവായിരുന്നു. 10-60 കിലോ മീനുണ്ടായിരുന്നു. മീൻ ചാട്ടത്തിൽ നോക്കുമ്പോൾ ചാടുന്നുണ്ട് മീൻ. ഇവർ ഓരോ അടി അടിക്കുമ്പോൾ ഓരോ ചാട്ടം ചാടുന്നുണ്ട് മീൻ അവിടെ. ഏതാണ്ട് വലയുടെ അടുത്തെത്താനായിട്ട് അവരെ ഉണ്ടോ, മീൻ ചാടുന്നുണ്ട്. മീൻ ഭയങ്കര ജമ്പിങ്, ചണ്ടി ഇല്ലാത്തതുകൊണ്ട് മീൻ പേടിച്ച് ചാടുന്നതാണ്. ഇവരെ അടിയും കൂടാകുമ്പോൾ മീൻ പേടിച്ചിട്ട് ഭയങ്കര ചാട്ടം ഉണ്ടോ, ചാടുന്നുണ്ടല്ലേ മീനെ കാണാൻ ഇതിൽ. പിന്നെ വെള്ളം അത്ര കലക്കല്ലാത്തതുകൊണ്ട് നമുക്ക് വല പിടിച്ച് വരുമ്പോൾ മീൻ ഇങ്ങനെ വലയുടെ മേലെ ഇങ്ങനെ കാണാനുണ്ട്. ചാടുന്നുണ്ടല്ലേ മീൻ, ഇഷ്ടം പോലെ മീൻ ചാടുന്നുണ്ടല്ലേ. മറ്റത് ചണ്ടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചാടിയായിരുന്നില്ല. ഇവിടെ ചണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീൻ നല്ല ചാട്ടം തുടങ്ങി. മീൻ കണ്ടോ, ഭയങ്കര ചാട്ടമാണ് മീൻ. ഇവരേതാണ്ട് വലയുടെ അടുത്തെത്താനായി. ഇവരെ അടിച്ചങ്ങോട്ട് ചാടിക്കുക തന്നെ മീനാണല്ലോ. ഇവിടെ അടിക്കും തോറും അവിടെ മീൻ ചാടുന്നുണ്ടല്ലേ. ഭയങ്കര ചാട്ടാന്ന്. ഇപ്പോൾ വല അവർ ഇന്നത്തെ പോലെ ഈ തല പിടിച്ച് പൊക്കും. എല്ലാവരും വലയുടെ അടുത്തെത്തി. ഉണ്ടോ, മീൻ ഭയങ്കര ചാട്ടാട്ടോ. ഉണ്ടോ, നല്ല ജമ്പിങ്, ഉഷാറ് മീനാണ്. ഫുൾ എനർജിയോടെയാണ് മീൻ ചാടുന്നത്. ചണ്ടില്ലാത്തതുകൊണ്ട് നല്ല ചാട്ടം ചാടുന്നുണ്ട് മീൻ. ഇനി വല്ലാതെ അവർ അവിടെ എത്തിക്കഴിഞ്ഞ് വല പൊക്കാനുള്ള ശ്രമത്തിലാണ്. 5 പേരും കൂടെ ഒരുമിച്ചാണ് വല പൊക്കുന്നതാണ്ടോ. ഇനി മീൻ എല്ലാം വലയ്ക്കകത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അത് 2 പേര് വരമ്പത്ത് കയറി വലിച്ചു പിടിക്കും. ബാക്കി 3 പേരിങ്ങനെ തട്ടി കൊണ്ടുപോകും. വലയിലൊരു കല്ല് കുടുങ്ങിയിട്ടുണ്ട്. അത് മനോജേട്ടൻ എടുത്ത് കളഞ്ഞത്. മീൻ ചാട്ടം അടി കുറച്ചപ്പോൾ കണ്ടില്ലേ, മീൻ ഒന്ന് ചാട്ടം നിർത്തിയിട്ട. ഇനി അവിടെ എത്താനാകുമ്പോൾ ചട്ടപ്പടയിച്ചിട്ട് ചാടും മീൻ. ഇന്ന് പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ ഓളം കണ്ടില്ലേ വെള്ളത്തിൽ. എത്ര കാറ്റുണ്ടായിരുന്നില്ല, ഇന്ന് കാറ്റ് കൂടുതലായിരുന്നു. പിന്നെ പൊതുവെ ചൂടും കുറവാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. ഒരു തണുത്ത എന്താ പറയുക കാലാവസ്ഥ. അതുകൊണ്ട് ഇവർ പറയും വെള്ളത്തിൽ അധികം നേരം നിന്ന് മീൻ പിടിക്കാൻ പറ്റില്ല, തണുത്ത് വിറയ്ക്കുന്നൊക്കെ പറയും ഇവർ. ഇന്ന് കാരണം ഒരു വല വെച്ചിട്ടുള്ളൂ. മറ്റേത് ഇവരെല്ലാവരും കൂടെ 6 പേരുള്ളപ്പോൾ 2 വലയൊക്കെ വയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു വല മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ തട്ടി കൊണ്ടുവരും. 2 പേര് വരമ്പത്തെ കൂടെ ഉണ്ട്, 3 പേര് വെള്ളത്തിലുമായിട്ടാണ് വരുന്നത്. അടുക്കും തോറും മീൻ ചാടുന്നുണ്ടല്ലേ. മീനെ നമുക്ക് ശരിക്കും കാണാമായിരുന്നു ഇതിനകത്ത്. അത്ര സൂം ചെയ്തില്ല. പക്ഷേ ക്യാമറ എടുക്കണ എനിക്ക് കാണാനുണ്ട് മീന്. പക്ഷെ ക്യാമറയിൽ അധികം കണ്ടുണ്ട് ഒരേ കറുത്തത് കാണുന്നത് മീനാണ്. ചാടുന്ന കണ്ടില്ലേ, ആ നിൽക്കുന്നതൊക്കെ ഒരേ കറുപ്പടയാളം പോലെ കണ്ടില്ല, അതെല്ലാം മീനാട്ടോ. അത് ഒരു ചണ്ടി ഇട്ടുണ്ടായിരുന്നു മീൻ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ആ ചണ്ടി വാരി കയറ്റിയിട്ടാണ് ഇനി അങ്ങോട്ട് വല കൂട്ടുക.
കണ്ടോ മീൻ കണ്ടില്ലേ, ഒരു വെള്ള കളറായിട്ട് ഒമ്മോ ചാടുന്ന കണ്ടില്ലേ, ഒമ്മോ ഒരു ഉഷാറ് മീൻ ഇട്ടായില്ലേ. മീൻ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഇങ്ങനെ കാണാം നമുക്ക്. കണ്ടോ ചാടുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇങ്ങനെ ഒരു കറുത്തടയാളം പോലെ കാണുന്നത് അതെല്ലാം മീനാട്ടോ. ചണ്ടില്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കണ്ടോ, അതെല്ലാം മീനാണ്. ഇപ്പം വലയ്ക്കകത്ത് മീൻ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ കാണുന്നതെല്ലാം മീനാണ്. ഇടയ്ക്ക് ചാടുന്നുണ്ട്. കണ്ടോ ഈ പോകുന്നതെല്ലാം മീനാണ് കേട്ടോ. അവർ ചണ്ടി വാരി കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വല പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചാട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്നത്. ചാട്ടത്തിൽ മീൻ കുറച്ച് ചണ്ടിയിട്ടിട്ടുണ്ട്, അതിൽ ചാടിയിട്ട് മീൻ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ ആ ഒരു വെള്ള കളറൊക്കെ കാണുന്നതൊക്കെ കാണുന്ന സൈസ് മീനുകളത്. ഇപ്രാവശ്യം പൊതുവേ നല്ല സൈസ് മീനുകളായിരുന്നു. നമുക്ക് 1 കിലോയുടെ മേലുള്ള മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചെറുതും ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും ഇത്ര സൈസുകളങ്ങനെ കിട്ടാറുണ്ടെങ്കിലും ഇത്ര അധികം കിട്ടാറില്ല. ഇപ്രാവശ്യം നല്ല സൈസ് മീനല്ല. നാടൻ വരാലെന്ന് പറയാൻ അപൂർവമേ ഉള്ളൂ. ഒക്കെ ഈ വിയറ്റ്നാമും ചെന്നൈ വരാലൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാ പടവിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണനിപ്പോൾ മാർക്കറ്റും വളരെ മോശമാണ്. പഴയ കാലത്ത് 100 കിലോ കണ്ണൻ കിട്ടിയ കാശായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 100 അല്ല 500 കിലോ കിട്ടിയാലും ലാഭമില്ലാത്ത സ്ഥിതിയിലാണ് പോക്ക് കാര്യങ്ങൾ. മീൻ കിട്ടിയാൽ തന്നെ കൊണ്ടുപോകാനും ആരും ഇല്ലാത്തൊരു സ്ഥിതിയൊക്കെയാണ് ഇപ്പോൾ പൊതുവെ. മാർക്കറ്റ് ഭയങ്കര ഡൗണാണ്. മീൻ ചാടുന്ന കണ്ടില്ലേ, മീൻ കണ്ടാണ് നിൽക്കുന്നു നടക്കുന്നു ഇങ്ങനെ. അതിലൊക്കെ നടക്കുന്ന എല്ലാം മീനാട്ടോ. സൂം ചെയ്തിട്ടില്ല, സൂം ചെയ്തിട്ട് വ്യക്തമായി കാണാമായിരുന്നു. കണ്ടോ ചാടുന്നുണ്ടോ. ഇനി എങ്ങനെ അടുപ്പിച്ചു അതുകൊണ്ട് ഇപ്പോൾ അതാ അവർ ചണ്ടി വാരി കയറ്റിയതിൻ്റെ ശേഷം വല ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടിട്ടില്ല. അപ്പം മീനിൻ്റെ ഒരു ചഹ പോയാണ്. മീനാകെ ബേജാറായിട്ട് ചാടണോ ഓടണോ എന്നറിയാതെ മീനുകൾ കിടന്ന് ചാടി കളിക്കുകയാണ്. അതങ്ങനെ പൊക്കി കൊടുന്നിട്ട് ചാട്ടത്തിലേക്ക് ആക്കും. ചാട്ടത്തിൽ കണ്ടോ എത്താറായപ്പോൾ മീനുകൾ വെപ്രാളം കണ്ടില്ലേ. ഇത് സ്ക്വയർ പോലെ അവിടെ അങ്ങനെ ചാട്ടം കെട്ടിയിട്ട് അതിലേക്കാണ് എല്ലാം ഇടുക. ലാസ്റ്റാണ് അതിൽ നിന്ന് എടുക്കുക. ചണ്ടി ഇല്ലാത്തതുകൊണ്ടാണ്. ചണ്ടി ഉണ്ടെച്ചെങ്കിൽ അതിൻ്റെ മുന്നിൽ തന്നെ പിടിക്കും. കണ്ടു അപ്പോൾ അവിടെ എത്താനായി. മീൻ മാത്രമായി അവിടെ, ചണ്ടിയൊന്നും ഇല്ല. ചണ്ടിയെല്ലാം ക്ലീൻ ചെയ്ത് ചടപടാച്ചിട്ട് ചാടുന്നുണ്ടോ. ചാടിയൻ്റെ ബാക്കി അതിനകത്ത് അവരത് വല പൊന്തിച്ചിട്ട് ഇടും. കണ്ടോ 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 കണ്ടോ. ഇനി കുറച്ച് മീനും കൂടെ അതിനകത്തുണ്ട്, അത് അവർ അതിനകത്ത് ഇട്ടിടും. അതോ ഷിഹാബാണ് അത് കൈ കൊണ്ട് തട്ടുന്നു, സബീറും ഉണ്ട്. ചണ്ടിയും എല്ലാം കൂടെ തട്ടി ഇപ്പം ചാട്ടത്തിൽ മൊത്തം മീനായിട്ടാണ്. ഇനി അതതിൽ നിന്ന് കോരിയെടുക്കുക അവർ. കണ്ടോ ഇപ്പോൾ ഫുൾ മീൻ ചാട്ടത്തിലായി. ഇനി മൊത്തം അത് ചണ്ടിയെല്ലാം ക്ലീൻ ചെയ്ത് കോരിയെടുക്കും. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ഒരു വീഡിയോ ആയിട്ട്. സെയിം വീഡിയോകൾ തന്നെ ഇനിയും വരാനുണ്ട്. ഒത്തിരി ദിവസം ഈ പടവിൽ ഇതേപോലെ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടർന്ന് സെയിം പിടുത്തത്തിൻ്റെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക മറക്കരുത്.